ഹായ്, ഇന്ന് നമ്മൾ മോഡ് എന്ന് പറഞ്ഞ ആവറേജിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മീൻ മീഡിയൻ അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് മോഡ് എന്ന് പറഞ്ഞ ആവറേജാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. പിന്നെ അതിന് ശേഷം മിസ്സലേനിയസ് പ്രോബ്ലംസ്, അതായത് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഡാണ്. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജാണ് മോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം മോഡ് ഈസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് മോഡ്. അപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ഇൻ എ ഇൻഡിവിജ്വൽ സീരീസ് ഒരു പ്രോബ്ലം തന്നു എന്ന് വിചാരിക്കാം. മോഡ് കണ്ടുപിടിക്കാനായിട്ട് ഇൻഡിവിജ്വൽ സീരീസിലെ ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സപ്പോസ് യു ആർ ഗിവൺ ദ വാല്യൂസ്, ഇതുപോലെ വാല്യൂസ് തന്നു വിചാരിക്കും. 2, 5, 6, 5, 3, 7, 6, 5, 8. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് നിങ്ങളോട് മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഇതൊരു ഇൻഡിവിജ്വൽ സീരീസാണ്. ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ ആവറേജും 3 സീരീസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്ന് ഇൻഡിവിജ്വൽ, ഒന്ന് ഡിസ്ക്രീറ്റ്, ഒന്ന് ഏതാ കണ്ടിന്യൂസ്. അല്ല, ഫസ്റ്റ് സീരീസാണ്. ഇവിടെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സീരീസിൽ മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വേറെ ഫോർമുലാസ് ഒന്നും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഡെഫിനേഷൻ പറഞ്ഞാൽ എന്താ? മോഡ് ഈസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യണ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഡൗട്ടില്ല, നമുക്ക് 5 എന്ന് പറഞ്ഞ നമ്പറാണ് ഏറ്റവും കൂടുതൽ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ യു ക്യാൻ സേ മോഡ് ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ബി ദ വാല്യൂ? 5. മോഡ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ വേറൊരു ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യണില്ല. വിച്ച് ഈസ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും മോഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കണ്ടുപിടിക്കാനായിട്ട്. നെക്സ്റ്റ് പറയണതാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയും. സെക്കൻഡ് സീരീസ് ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫോർമുല ഇല്ല. ആസ് ഐ എക്സ്പ്ലെയിൻ ബിഫോർ, മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ് മോഡ്. ഒരു എക്സാമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു വിചാരിക്കും. ഫൈൻഡ് മോഡ് വാല്യൂസ് ആൻഡ് ഫ്രീക്വൻസി 5, 10, 12, 16, 20, 3, 4, 9, 5, 2. ഒരു പ്രോബ്ലം ഇങ്ങനെ തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് വിച്ച് വാല്യൂ റിപ്പീറ്റ്സ് മോസ്റ്റ് നമ്പർ ഓഫ് ടൈം. ഏത് വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യണ വാല്യൂ, ആ വാല്യൂ ആണ് മോഡ് വരിക. അതിന് വേണ്ടിയിട്ട് ഏതാണ് ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് നോക്കിയാൽ മതി. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി? 9. ഈ 9 ഏത് നമ്പറിൻ്റെ ഫ്രീക്വൻസിയാണ്? 12. സോ വാട്ട് വിൽ ബി ദ മോഡ്? 12. അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഏത് വാല്യൂവിനാണോ വരുന്നത് ആ വാല്യൂ ആണ് മോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം 12 എന്ന് പറയുന്നത് 9 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? 12. സോ ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. ആ ഹയസ്റ്റ് ഫ്രീക്വൻസി വരണ വാല്യൂ അത് ഏതാണോ അതായിരിക്കും മോഡ്. ഇവിടെ 12-നാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. അതുകൊണ്ട് മോഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 12. ഇത്ര മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും വേറെ ഫോർമുലാസ് ഒന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ഏതാണോ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം അത് മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിലെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫോർമുലയുണ്ട്. ആദ്യം മോഡ് ഏത് ക്ലാസ്സിലാണ് കിടക്കണമെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ പറയും മോഡൽ ക്ലാസ്. Class is equal to the class having the highest frequency. ഏത് ക്ലാസ്സിനാണോ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ആ ക്ലാസ് ആണ് മോഡൽ ക്ലാസ് ആയിട്ട് എടുക്കേണ്ടത്. സോ വിച്ച് ഈസ് ഹാവിങ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇനി അതിൽ നിന്ന് മോഡിൻ്റെ പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഫോർമുല നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ മീഡിയനിൽ പറഞ്ഞ ഒരു ഇൻ്റർപൊളേഷൻ ഫോർമുല, അതുപോലെ മോഡിലും ഒരു ഇൻ്റർപൊളേഷൻ ഫോർമുലയുണ്ട്. ഇതാണ് ഫോർമുല. L1 + F1 - F0 /
2f1 minus f0 minus f2 into c. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്, F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ജസ്റ്റ് എബവ് ദ മോഡൽ ക്ലാസ്, F0 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി F0 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ജസ്റ്റ് എബവ് ദ മോഡൽ ക്ലാസ്, F1 ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ് ആൻഡ് F2 ഈസ് ദ ഫ്രീക്വൻസി just below the model class and C is the class width. ഇങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് പറയാം. അപ്പോൾ ഇവിടെ F1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി, F0 എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ളത്, F2 എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ളത്, C is the class width. അങ്ങനെയാണ്. ഒരു പ്രോബ്ലം തന്നു വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഫൈൻഡ് മോഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നു വിചാരിക്കുക. ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി, ക്ലാസ് 10 to 20, 20 to 30, 30, 40, 40, 50 and 50, 60. Frequency 4, 6, 12, 8, 5. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് ഇതിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ ക്ലാസ്സും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ദിസ് ഈസ് എ കണ്ടിന്യൂസ് സീരീസ് അല്ലേ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ്സുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വിച്ച് ഈസ് ദ വിച്ച് ക്ലാസ് ഹാവിങ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇതിലേതും ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ഏത് ക്ലാസ്സിനാണോ വരുന്നത് ആ ക്ലാസ് ആണ് എന്ത് ചെയ്യേണ്ടത്, മോഡൽ ക്ലാസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതാ, 30, 40. അപ്പോൾ മോഡൽ ക്ലാസ് ഈസ് ഈക്വൽ ടു 30, 40 എന്ന് പറഞ്ഞാൽ 30, 40 എന്ന് പറഞ്ഞ ക്ലാസ് ആയിരിക്കും അവിടെ മോഡൽ ക്ലാസ് വരിക. കാരണം ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇനി അതിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മോഡ് ഈസ് ഈക്വൽ ടു, ഈ ഫോർമുലയിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. നിങ്ങളുടെ മോഡൽ ക്ലാസ് ഏതാ, 30, 40. അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, 30. അതാണ് L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. അപ്പോൾ L1 പകരം 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്. ഏതാ മോഡൽ ക്ലാസ്, 30, 40. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12. അപ്പോൾ F1 ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസിൻ്റെ നേരെ കിടക്കുന്ന ഫ്രീക്വൻസി ആണ് എടുക്കേണ്ടത്. F0 എടുക്കേണ്ടത് തൊട്ട് മുകളിലായിട്ടുള്ള ജസ്റ്റ് എബവ് ദ മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ഇതാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ളത് F0 ആയിട്ട് എടുക്കാം. തൊട്ട് താഴെ വരണ ഫ്രീക്വൻസിയാണ് എന്തായിട്ട് എടുക്കേണ്ടത്, F2, ജസ്റ്റ് ബിലോ ദ മോഡൽ ക്ലാസ്. അപ്പോൾ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി F1 എടുക്കുക, തൊട്ട് മുകളിലുള്ളത് F0, തൊട്ട് താഴെയുള്ളത് F2. ആ ഓർഡർ നോക്കുക, 0, 1, 2 ആ ഓർഡറിലാണ് നമ്മൾ എടുക്കുക. ഇനി F1 നമ്മൾ അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ഫോർമുലയിൽ. F1 ഈസ് ഈക്വൽ ടു 12, F0 ഈസ് 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു F1 എന്ന് പറഞ്ഞാൽ 12 മൈനസ് F0ൻ്റെ വാല്യൂ നമുക്കറിയാം 6 മൈനസ് F2 ഈസ് 8. വിഡ്ത്ത് ആണ്, C ഈസ് ദ ക്ലാസ് വിഡ്ത്ത്. ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30. സോ 40 മൈനസ് 30 വിച്ച് വിൽ ബി 10. അപ്പോൾ C എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക 10 ആണ്. സോ ഇറ്റ് വിൽ ബി 30 പ്ലസ് 12 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12 മൈനസ് 6 മൈനസ് 8 ഇൻറ്റു C എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത്. അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറയ്ക്കുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 30 പ്ലസ് 12 മൈനസ് 6 ഇറ്റ് വിൽ ബി 6 ഡിവൈഡഡ് ബൈ
2 into 12 it is 24. -6ഉം -8ഉം ഒരേ സൈനാണ്, ബോത്ത് ആർ നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരേ സൈൻ ആകുമ്പോൾ -6ഉം -8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ -14 എന്ന് വരും. ഇറ്റ് വിൽ റിമെയിൻ ദ സെയിം സൈൻ. രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് ഇവിടെ -14 എന്ന് എഴുതാം. നെക്സ്റ്റ് ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എത്ര ഇവിടെ 10 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 30 + 6 × 10. 6 × 10 എന്നുള്ളത് അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ 24 14 മൈനസ് ചെയ്യുമ്പോൾ ഏതായിരിക്കും വരിക? 10. ഈ 10 and 10 can be cancelled. Then what will be remaining is 30 + 6, which will be equal to 36. അപ്പോൾ മോഡ് ഈക്വൽ ടു ഏതായിരിക്കും വരിക? 36. അപ്പോൾ എന്താ ചെയ്തത്? ആദ്യം F1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി, F0 എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി, F2 എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി, L1 എന്ന് പറഞ്ഞാൽ മോഡൽ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? 30. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് ഓഫ് ദ മോഡൽ ക്ലാസ്, മോഡൽ ക്ലാസിൻ്റെ ക്ലാസ് വിഡ്ത്ത്, അതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംപ്ലിഫൈ ചെയ്യാം, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യാം. സോ യു വിൽ ബി ഗെറ്റിംഗ് 30 + 6 വിച്ച് വിൽ ബി ഈക്വൽ ടു 36. ഇങ്ങനെയാണ് മോഡ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. ക്ലാസ് ഹാവിങ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ് മോഡൽ ക്ലാസ്. അതിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് 3 സീരീസിൽ നമ്മൾ മോഡ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമ്മൾ വേറൊരു ഫോർമുല ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നു. ആ ഫോർമുലയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മീൻ, മീഡിയൻ, മോഡ്, ഈ 3 ആവറേജിനെ തമ്മിൽ റിലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കണക്ട് ചെയ്യണം ഒരേ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. അതാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. 3 ആവറേജും തമ്മിൽ കണക്ട് ചെയ്യണം ഒരേ ഒരു ഫോർമുല. ദിസ് ഈസ് ഓൾസോ കോൾഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. അപ്പോൾ വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് എന്ന് പറഞ്ഞാലും ഇതേ ഫോർമുല തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫോർമുല ഇതാണ്: മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഈ ഫോർമുല എന്ന് പറയുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഏതെങ്കിലും 2 ആവറേജസ് തന്നിട്ട് മറ്റൊരു ആവറേജ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുലയാണിത്. അതായത് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ എനി 2 ആവറേജസ് യു നീഡ് ടു ഫൈൻഡ് അനദർ വൺ. 3 എണ്ണത്തിൽ 2 ആവറേജ് തരും, വേറൊരു ആവറേജ് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് മീൻ, മോഡ് തന്നാലും മീൻ തന്നാലും മീഡിയൻ നമുക്ക് കണ്ടുപിടിക്കാം. മോഡ് തന്നാലും മീഡിയൻ തന്നാലും മീൻ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഏതെങ്കിലും 2 ആവറേജ് തന്നു കഴിഞ്ഞാൽ 3rd ആവറേജ് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഈ ഫോർമുല എന്ന് പറഞ്ഞ പേരാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. 3 ആവറേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാലും ഇതാണ് എഴുതേണ്ടത്. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഏതെങ്കിലും 2 ആവറേജ് തന്നിട്ട് വേറൊരു ആവറേജ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം ഇങ്ങനെ തന്നു വിചാരിക്കാം. ഇഫ് മോഡ് ഓഫ് എ ഡാറ്റ ഈസ്, suppose it is 53 and mean is 33. Find median. ഒരു പ്രോബ്ലത്തിൽ മോഡ് 53 എന്ന് തന്നിട്ടുണ്ട്, മീൻ 33 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ദ മീഡിയൻ. ഇവിടെ 2 ആവറേജ് തന്നിട്ടുണ്ട്. ഏതൊക്കെ തന്നിട്ടുള്ള? മോഡ് ആൻഡ് മീൻ. വാട്ട് യു നീഡ് ടു ഡു ഈസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് മീഡിയൻ.
അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഏതാ? എംപിരിക്കൽ ഫോർമുലയാണ്. ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ വരും. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മോഡ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് മോഡ്? വി ഹാവ് 53 ഈസ് ഈക്വൽ ടു 3 മീഡിയൻ. ദാറ്റ് മീൻസ് 3 ഇൻറ്റു മീഡിയൻ. മീഡിയൻ്റെ വാല്യൂ നമുക്കറിയില്ല, അതുകൊണ്ട് മീഡിയൻ തന്നെ നമ്മൾ എഴുതി അവിടെ. 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 അതുപോലെ എഴുതി. ഫോർമുലയിലെ 2 അതുപോലെ എഴുതി. മീൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 33. ദാറ്റ് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഇൻറ്റു 33. Next line you can simplify further. 53 is equal to 3 median minus 2 into 33 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം what it is? 66. So you will be getting 53 is equal to 3 median minus 66. Next ഈ minus 66നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. So you will be getting 53 minus will change it into plus 66 is equal to 3 median. Minus 66 ലെഫ്റ്റിലേക്ക് എടുത്തപ്പോൾ plus 66 9. നമുക്കറിയാം 53 plus 66 ആഡ് ചെയ്യുമ്പോൾ what will be getting? 119 is equal to 3 median. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി മാറും? ഡിവിഷൻ. സോ ഇറ്റ് വിൽ ബി 119 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു മീഡിയൻ. 119നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 9 റിമൈനിങ് ടു 29. 9 times 27 2666 etc. So what you will be getting is 39.666 എന്നാണ്. അത് 2 ഡെസിമലിന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് എഴുതാം? 67. നമുക്കറിയാം തേർഡ് ഡിജിറ്റ് 5നേക്കാളും കൂടുതലാണ് വരണമെങ്കിൽ ഒരെണ്ണം സെക്കൻഡ് ഡിജിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം കറക്റ്റ് ചെയ്യാനായിട്ട്. സോ ഇറ്റ് വിൽ ബി 0.67. അപ്രോക്സിമേറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് മീഡിയൻ ഈസ് ഈക്വൽ ടു 39.67. അപ്പോൾ ഇവിടെ നമ്മൾ എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ട് തേർഡ് ആവറേജ് കണ്ടുപിടിച്ചു. 2 ആവറേജ് തന്നിട്ടുണ്ട്. തേർഡ് ആവറേജ് എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് മോഡും മീനാണ്. ഇനി ചിലപ്പോൾ മോഡും മീഡിയൻ തരും, മീൻ കാണാൻ പറയും. അപ്പോൾ ഇതേ ഫോർമുലയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അറിയാത്തൊരു ടേം മാത്രം ഒരു സൈഡിൽ, ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് ഏതെങ്കിലും 2 ആവറേജ് തന്നാൽ തേർഡ് ആവറേജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമ്മൾ വേറൊരു ടൈപ്പ് പ്രോബ്ലത്തിൽ പഠിക്കുന്നത്. അതുപോലെ അതിൻ്റെ പർപ്പസ് ആക്ച്വലി ഈ എംപിരിക്കൽ ഫോർമുലയുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ ഒന്നൊരു ഐഡിയ തരാം. ചില പ്രോബ്ലത്തിൽ നമുക്ക് മോഡ് ഇൽ ഡിഫൈൻഡ് ആയിട്ട് വരും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോഡ് കാണാനായിട്ട് കുറേ നമ്പേഴ്സ് തന്നു. 3 4 5 4 3 2 ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചെന്ന് വിചാരിക്കുക. ഫൈൻഡ് മോഡ്. കാൻ യു ഫൈൻഡ് ഔട്ട് ദ മോഡ് ഫ്രം ദിസ്? ഇവിടെ നമ്മൾ മോഡ് കണ്ടുപിടിക്കാൻ പറയും. നോക്കിയാൽ ഹയസ്റ്റ് റിപ്പീറ്റിംഗ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ അല്ല, എന്താ വരിക? 2 വാല്യൂ ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 3 2 ടൈംസ് വരുന്നുണ്ട്, 4 എത്രയാണ്? 2 ടൈംസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലൊന്നും നിങ്ങൾക്ക് മോഡ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കേസുള്ള പ്രോബ്ലത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് ഇൽ ഡിഫൈൻഡ് എന്ന് പറയും. ഇങ്ങനെ ഇൽ ഡിഫൈൻഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യുക? എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ഡയറക്റ്റായിട്ട് മോഡ് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളിൽ ആദ്യം ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കും. മീൻ കാണാൻ നമുക്ക് പറ്റും. പിന്നെ മീഡിയൻ കണ്ടുപിടിക്കും. അത് നമുക്കറിയാം എങ്ങനെയാണ് കാണാമെന്നുള്ളത്. ആ മീഡിയൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മോഡ് കണ്ടുപിടിക്കും. അതാണ് ആക്ച്വലി ഇതിൻ്റെ പർപ്പസ്. എംപിരിക്കൽ ഫോർമുല യൂസ് ചെയ്യുന്നത് ആക്ച്വലി അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും. അപ്പോൾ ഇൽ ഡിഫൈൻഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസിൽ മീനും മീഡിയനും ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോഡ് കണ്ടുപിടിക്കാം. അതാണ് ഈ ഫോർമുലയുടെ ആക്ച്വൽ യൂസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ സാധാരണ ചെയ്യാനായിട്ട് 2 ആവറേജ് തന്നു, 3ാമത്തെ ആവറേജിനാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഡിസ്ക്രീറ്റ് സീരീസിൽ ഇൽ ഡിഫൈൻഡ് വരാം. എങ്ങനെയാ? 2 വാല്യൂസ് ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വരാം അല്ലേ? അപ്പോൾ ഏതാ മോഡ് എന്ന് നമുക്കറിയില്ല. അത്തരം കേസിൽ നമ്മൾ എന്താ പറയുക? ഇൽ ഡിഫൈൻഡ് എന്ന് പറയും. അത്തരം കേസിലും ഈ ഫോർമുല വേണം ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ മോഡ് ഇൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളിലൊക്കെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു യൂസാണ് ആക്ച്വലി ഈ ഫോർമുലയ്ക്ക് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മിസ്സിംഗ് ഫ്രീക്വൻസി. ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഫ്രീക്വൻസി?
can you find out missing frequency? ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഈ മിസ്സിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഫ്രീക്വൻസി ഒരു ഡാറ്റയിൽ മിസ്സായിട്ട് വരും, ചിലപ്പോൾ 2 ഫ്രീക്വൻസി മിസ് ചെയ്തിട്ടുണ്ടാവും. ആ മിസ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ മിസ്സിംഗ് ഫ്രീക്വൻസി പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് the value of p if the arithmetic mean of the following distribution is 53. If the arithmetic mean of the following distribution is 53. തന്നിട്ടുള്ളത് ഇതാണ് ഡാറ്റ തന്നിട്ടുള്ളത്, ക്ലാസ് and also frequency. Classes are given like this: 0 to 20, 20 to 40, 40 to 60, 60, 80, 80, 100. Classes ഇങ്ങനെ തന്നിട്ടുണ്ട്. Frequency is given 12, 15, 32, P and also 13. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ട് ഇതിൽ ഒരു ഫ്രീക്വൻസി മിസ്സായിട്ടുണ്ട്. ആ ഫ്രീക്വൻസിയുടെ പേരാണ് പി. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് മിസ്സിംഗ് ഫ്രീക്വൻസി. ഇതിൽ മിസ്സായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട് പി എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കണം. ഈ പ്രോബ്ലത്തിൽ ഒരു ഫ്രീക്വൻസിയാണ് മിസ് ചെയ്തിട്ടുള്ളൂ, ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ 2 ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഈ മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞ ആവറേജ് ആണ് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഏതാ? മീൻ എന്ന് പറഞ്ഞ മെത്തേഡ് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ മീൻ കാണാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അറിയാം, എക്സ് എന്ന് പറഞ്ഞ വാല്യൂ, അതായത് മിഡ് വാല്യൂ എന്ന് പറയും അല്ലേ, ക്ലാസ്സുകളുടെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ മിഡ് വാല്യൂ കാണാൻ നമ്മൾ പറഞ്ഞു, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. 0 + 20, 20/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ഇനി ഒരു മിഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അവിടുത്തെ ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് പോയാൽ മതി എന്ന് അല്ലേ. ഇവിടെ ക്ലാസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 അല്ലേ. അപ്പോൾ 20 ആഡ് ചെയ്ത് പോയാൽ മതി. 10 + 20, 30, 30 + 20, 50, 50 + 20, 70, 70 + 20, 90. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മിഡ് വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2, അതാണ് അതിൻ്റെ ഫോർമുല. ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലാസിൻ്റെ ഡിഫറൻസ് എത്രയാണോ അത് ആഡ് ചെയ്ത് പോയാൽ കറക്റ്റ് ആയിക്കോളും, എല്ലാ മിഡ് വാല്യൂയും കിട്ടും. എക്സ് കഴിഞ്ഞാൽ നമുക്ക് 2 മെത്തേഡാണ് മീൻ കാണാനായിട്ടുള്ള, ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഒന്ന് ഏതാ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡും. ഞാനിവിടെ അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതാണ് മിസ്സിംഗ് ഫ്രീക്വൻസി കാണാൻ കുറച്ചും കൂടി ഈസി. അതുകൊണ്ടാണ് ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ചാലും ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ ഡി ആണ് അല്ലേ, ഡീവിയേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡി കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ എന്ന് അസ്യൂം ചെയ്യണം. നമ്മൾ സാധാരണ മിഡിലായിട്ടുള്ള ഒരു വാല്യൂ ആണ് എടുക്കുക. പക്ഷെ ശ്രദ്ധിക്കുക, മിസ്സിംഗ് ഫ്രീക്വൻസിയുടെ പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവാനായിട്ട് ഏത് ഫ്രീക്വൻസി ആണോ മിസ്സായിട്ടുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കണ വാല്യൂ തന്നെ എന്തായിട്ട് എടുക്കുക? എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പി ആണ് മിസ്സായിട്ടുള്ളത്, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ? 70. അത് നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? എ. എന്തുകൊണ്ടാണ് 70 എടുക്കാനായിട്ടുള്ള കാരണം? മിസ്സിംഗ് ഫ്രീക്വൻസിയുടെ തൊട്ടപ്പുറത്ത് വരുന്ന വാല്യൂ ഏതാ? 70. അപ്പോൾ അതാണ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എ എന്ന് പറയുന്നത് ഏത് വാല്യൂ ആയിട്ട് എടുക്കണം? 70 ആയിട്ട് എടുക്കണം. ബിക്കോസ് ഏതാണോ നമുക്ക് മിസ്സായിട്ടുള്ള ഫ്രീക്വൻസി അതിൻ്റെ തൊട്ടപ്പുറത്തെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? എ ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എയുടെ തൊട്ടപ്പുറത്ത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ ഡി എന്ന് പറഞ്ഞ കോളം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഇതായിരുന്നു, എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂന്നും എ എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 10 - 70. 10 - 70 എന്ന് പറഞ്ഞാൽ എത്ര വരിക? -60. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 10, എ എന്ന് പറഞ്ഞാൽ 70. നമുക്കറിയാം എങ്ങനെ ചെയ്യാമെന്ന്. 10 - 70 വിച്ച് വിൽ ബി -60. നെക്സ്റ്റ് ഏതാ? 30 - 70 എന്ന് പറഞ്ഞാൽ എത്ര വരിക? -40. ഇനി ഇത് ചെയ്യാൻ ഇങ്ങനെയല്ലാതെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ ഏതാണോ നമ്മൾ
അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്ത് ആഡ് ചെയ്താൽ മതി? 0 എന്ന് എഴുതിയാൽ മതി. എന്താ ഞാൻ പറഞ്ഞത്? ഏതാണോ അസ്യൂംഡ് മീൻ ആയിട്ട് എടുത്തത് അതിൻ്റെ തൊട്ടപ്പുറത്ത് 0 എഴുതാം. മുകളിലേക്ക് ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് എഴുതാം. പക്ഷെ അത് നെഗറ്റീവ് എടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 അല്ലേ? അപ്പോൾ ആദ്യം എഴുതുന്നത് ഏതായിരിക്കും? ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? 20. അത് നെഗറ്റീവ് വേണം മുകളിലേക്ക് എടുക്കുമ്പോൾ എഴുതാനായിട്ട്. ഇനി 20യുടെ കൂടെ നെക്സ്റ്റ് ഏതാ വരിക? 20യും കൂടി വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരിക? 40. 40യുടെ കൂടെ വീണ്ടും 20 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരിക? 60. കണ്ടോ കറക്റ്റായിട്ട് വരണേ? -60 -40 -20 0. ചെയ്തത് എന്താ? ഏതാണോ ഏന്ന് അസ്യൂം ചെയ്തേ അതിൻ്റെ തൊട്ടപ്പുറത്ത് 0 കൊടുത്തു. മുകളിലേക്ക് ക്ലാസ് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കും. ഇവിടെ 10 ഡിഫറൻസ് ആണെങ്കിൽ 10 ആഡ് ചെയ്ത് പോവുക. 20 ഡിഫറൻസ് ആണെങ്കിൽ 20 ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ആദ്യം 20, 40, 60. മുകളിലേക്ക് എഴുതുമ്പോൾ എപ്പോഴും നെഗറ്റീവ് എടുക്കണം. സോ -20, -40, -60. ഇങ്ങനെ നിങ്ങൾ ഏത് പ്രോബ്ലത്തിൽ എഴുതി കഴിഞ്ഞാലും ഇത് യൂണിഫോം ക്ലാസ് വിഡ്ത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ഡീവിയേഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം x - a. ഇനി താഴേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? +20 എന്ന് എഴുതണം. ഇനി ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഏത് എഴുതുക? 40. നെക്സ്റ്റ് ഏതാ വരിക? 60. അപ്പോൾ അടിയിലേക്ക് ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് താഴത്തേക്ക് എഴുതാം. മുകളിലേക്കും 20 ആഡ് ചെയ്യുക, അടിയിലേക്കും എന്ത് ചെയ്യുക? 20 ആഡ് ചെയ്യുക. എക്സ്ക്യൂസ്. സോ മുകളിലേക്ക് എഴുതുമ്പോൾ നെഗറ്റീവ് വേണം, അടിയിലേക്ക് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? പോസിറ്റീവ്. ഇപ്പോൾ 10 ആണ് ഡിഫറൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എഴുതുക 0, -10, -20, -30, -40. അടിയിലേക്ക് 10, 20, 30. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ഈ ഡീവിയേഷൻ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡീവിയേഷൻ ഫോർമുല ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, ക്ലാസ് വിഡ്ത്ത് യൂണിഫോം ആയിരിക്കണം. ഓക്കെ, ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് F/D. F/D എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഈ കോളാണ്. ഇതിന് D എന്ന് പറഞ്ഞ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 12 × 60 നമുക്കറിയാം 720. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. 15 × 40 -600. 15 എടുത്ത് 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 32 × 20 640. നെഗറ്റീവാണ് വരിക. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വിൽ ബി നെഗറ്റീവ്. P × 0 0. 13 × 20 260. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫ്രീക്വൻസി എന്നുള്ള കോളം എടുത്തിട്ട് D എന്ന് പറഞ്ഞ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്തു. F/D അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതുപോലെ വാല്യൂസ് വരും. ഈ 3 വാല്യൂസ് നെഗറ്റീവ് ആണ്. അത് നമ്മൾ ആദ്യം ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1960 അതായിരിക്കും നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ വരിക. 3 നമ്പർ. പോസിറ്റീവ് നമ്പർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് 260. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണണം. ഇത് ഹയസ്റ്റ് നിന്ന് ലോവസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ 1960 എന്ന് 260 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1700 എന്ന് വരും, വിച്ച് ഈസ് ഗ്രേറ്റർ നെഗറ്റീവ്. അപ്പോൾ 1960 എന്ന് 260 മൈനസ് ചെയ്താൽ 1700 കിട്ടും. ഗ്രേറ്റസ്റ്റ് സൈൻ ഈസ് മൈനസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് σFD. എഫും ഡിയും മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സമ്മ് σFD. നെക്സ്റ്റ് നമുക്ക് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഫോർമുല നമ്മൾ ഉപയോഗിക്കുകയാണ്. മീൻ ഈസ് ഈക്വൽ ടു ഫോർമുല നമുക്കറിയാം A + σFD/n. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ എന്നുള്ള മെത്തേഡിലെ ഫോർമുല. ഇതിൽ മീൻ എന്ന് പറഞ്ഞത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മീനിൻ്റെ വാല്യൂ എത്രയാണ്? 53. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്വസ്റ്റ്യനിൽ മീൻ തന്നിട്ടുണ്ട്, നമുക്ക് മിസ്സിംഗ് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറഞ്ഞ അസ്യൂംഡ് മീൻ നമ്മളെടുത്ത് ഏതാ? 70. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. σFDയുടെ വാല്യൂ നമുക്കറിയാം -1700. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n എന്നുള്ളത് തൽക്കാലം n തന്നെ നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ n തന്നെ എഴുതിയാൽ മതി. ഇവിടെ നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, n തന്നെ എഴുതുക. ലാസ്റ്റ് നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അസ്യൂംഡ് മീൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടാവും. ഇവിടെ ഈ കോളത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
പി ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. ഇവിടെ പി എന്ന് പറഞ്ഞ ടേം വരുന്നില്ല. കാരണം എന്താ, എഗെയിൻസ്റ്റ് പി 0 കംസ് അല്ലേ, പിയുടെ നേരെ 0 വന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വന്നു. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് അതിൽ പി എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരിക്കില്ല. അപ്പോൾ സിംപ്ലിഫിക്കേഷനിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. അവിടെ പി എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ പ്ലസ് പി എന്ന് വരും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഈ പീനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിയുടെ അഗെയിൻസ്റ്റുള്ള വാല്യൂ തന്നെ എ എന്ന് അസ്യൂം ചെയ്തത്. അപ്പോൾ ഇവിടെ എ എന്ന് അസ്യൂം ചെയ്താൽ ഇവിടെ ഇത് വരും 0. അപ്പോൾ ഈ പി ഇവിടെ ഇല്ലാതാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നുള്ള മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യാൻ കാരണം. അപ്പോൾ അവിടെ പി എന്നുള്ള ടേമിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 17 നമ്മൾ അപ്പുറത്തേക്ക് എടുത്തു. 53 മൈനസ് 70 ആദ്യം എടുക്കേണ്ടത് ഈ ഫസ്റ്റ് ടേമിനെ ലെഫ്റ്റിലേക്ക് എടുക്കുക, പ്ലസ് ഉള്ളത് മൈനസ് ആവും. ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1700 ഡിവൈഡഡ് ബൈ n9. 53 70 മൈനസ് ചെയ്താൽ നമുക്കറിയാം നെഗറ്റീവ് 17 മൈനസ് 53 17 ഗ്രേറ്റസ്റ്റ് നെഗറ്റീവ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 1700 ഡിവൈഡഡ് ബൈ n9. നമുക്കറിയാം ഡിവിഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഏതാവും മൾട്ടിപ്ലിക്കേഷൻ. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ് 17 ഇൻറ്റു n ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1700. രണ്ട് സൈഡിൽ നെഗറ്റീവ് വന്നുകൊണ്ട് അത് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ് ഇങ്ങനെ വരും 17n ഈസ് ഈക്വൽ ടു 1700. അതിൽ നിന്ന് n ഈസ് ഈക്വൽ ടു 1700. മൾട്ടിപ്ലിക്കേഷൻ വിൽ ചേഞ്ച്ഡ് ഇൻ ടു ഡിവിഷൻ അല്ലേ. 17 അപ്പുറത്തേക്ക് ഡിവൈഡ് ബൈ എന്നാവും. 17 1 ടൈം വി ക്യാൻ ക്യാൻസൽ. സോ n ഈസ് ഈക്വൽ ടു 100. യു വിൽ ബി ഗെറ്റിംഗ് n ഈസ് ഈക്വൽ ടു 100. ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി ആണ് കിട്ടിയിട്ടുള്ളത് 100. ഇനി ഇതിൽ നിന്ന് നമുക്ക് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഈ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസിയാണ്. നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാണ്. സോ വാട്ട് വിൽ ബി ഗെറ്റിംഗ് 72. am I right? ഈ എല്ലാ നമ്പേഴ്സും ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ 72 വരും. പിന്നെ ഒരു പി ഇവിടെ വേറെ ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ആഡഡ് 72 പ്ലസ് പി. എല്ലാ നമ്പറും ആഡ് ചെയ്യുക പ്ലസ് പി എന്നും കൂടി എഴുതും. ദാറ്റ് വിൽ ബി ദ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 72 പ്ലസ് പി ആണ്. അപ്പോൾ ഈ എന്നിന് പകരം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 72 പ്ലസ് പി വിൽ ബി ഈക്വൽ ടു 100. അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, 100 മൈനസ് 72 വിച്ച് വിൽ ബി ഈക്വൽ ടു 28. അപ്പോൾ പിയുടെ വാല്യൂ ഏതായിരിക്കും വരിക, 28. ദാറ്റ് ഈസ് ദ മിസ്സിംഗ് ഫ്രീക്വൻസി. ഇങ്ങനെയാണ് നമ്മൾ മിസ്സിംഗ് ഫ്രീക്വൻസിയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരല്പം ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് മിസ്സിംഗ് ഫ്രീക്വൻസി. ബിക്കോസ് വി ഹാവ് ടു ഡു ലോട്ട്സ് ഓഫ് സ്റ്റെപ്സ്. എന്താ ചെയ്യേണ്ടത്, ഏത് ഏവറേജ് ആണോ തന്നിട്ടുള്ളത് ആ ഏവറേജിൻ്റെ മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യണത്. അതിൻ്റെ കോളംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മീൻ തന്നതുകൊണ്ട് മീനിൻ്റെ കോളം ആദ്യം മിഡ് വാല്യൂ കണ്ടുപിടിച്ചു. പിന്നെ ഡീവിയേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാനായിട്ടുള്ള റീസൺ, ഡീവിയേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ 0 ആക്കാം. അപ്പോൾ പി എന്ന് പറഞ്ഞ ടേമിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ പി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വന്നാൽ ആഡ് ചെയ്യാനും സിംപ്ലിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അസ്യൂംഡ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്ത്. അപ്പോൾ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മിസ്സിംഗ് ഫ്രീക്വൻസിയുടെ എഗെയിൻസ്റ്റുള്ള വാല്യൂ തന്നെ എന്തായിട്ട് എടുക്കുക, എ. ഇപ്പോൾ 2 മിസ്സിംഗ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഏതിൻ്റെയെങ്കിലും എഗെയിൻസ്റ്റ് വരുന്ന നമ്പർ എന്തായിട്ട് എടുക്കാം, ഏതായാലും കുഴപ്പമില്ല, എഗെയിൻസ്റ്റുള്ള ഒരു നമ്പർ എ എന്ന് എടുക്കാം. അപ്പോൾ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 1 വേരിയബിൾ ആണ് തന്നിട്ടുള്ളത്, 1 മിസ്സിംഗ് ഫ്രീക്വൻസി ഉള്ളൂ. ചിലപ്പോൾ 2 ഫ്രീക്വൻസി മിസ്സായിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ഫ്രീക്വൻസി മിസ്സായിട്ടുള്ള ഏത് പ്രോബ്ലത്തിലും ടോട്ടൽ അവർ തരും, ടോട്ടൽ ഫ്രീക്വൻസി തരും. ഇവിടെ ടോട്ടൽ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടില്ല, എന്നിൻ്റെ വാല്യൂ തന്നിട്ടില്ല. പക്ഷെ 2 ഫ്രീക്വൻസി മിസ്സായിട്ടുള്ള ഏതെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അതിൽ ടോട്ടൽ ഫ്രീക്വൻസി കൂടി അവർ തരും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ N അവർ തരും. അതാണ് ഒരു പ്രോബ്ലം നമുക്ക് ഇൻക്ലൂസീവ് സീരീസിൽ തന്നാൽ എങ്ങനെ എക്സ്ക്ലൂസീവിലേക്ക് ചേഞ്ച് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് ഇങ്ങനെ തന്നു വിചാരിക്കുക, 10 to 19, 20 to 29, 30 to 39. നമുക്കറിയാം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും സെയിം അല്ല അല്ലേ. ഇവിടെ 19 ആണ്, ഇവിടെ ഏതാ 20. ഇത്തരം പ്രോബ്ലംസിനെയാണ് നമ്മളെന്ത് പറയുക, ഇൻക്ലൂസീവ് ടൈപ്പ് എന്ന് പറയും. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എക്സ്ക്ലൂസീവ് ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. റൈറ്റ് സൈഡിൽ
നമുക്ക് 19, 20 അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ആ 1ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. ആ ഡിഫറൻസിൻ്റെ ഹാഫ് റൈറ്റ് സൈഡിലൊക്കെ ആഡ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലൊക്കെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 10 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 9.5 എന്നാവും. 19ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 19.5 എന്നാവും. ലെഫ്റ്റ് സൈഡിൽ 0.5 വീണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 19.5 ആവും. റൈറ്റ് സൈഡിൽ 0.5 ആഡ് ചെയ്യുമ്പോൾ 29.5 ആവും. 30ന്ന് 0.5 മൈനസ് ചെയ്യുമ്പോൾ 29.5 ആവും. 39ൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുമ്പോൾ 39.5. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ടൈപ്പ് എന്ന് പറയും. ഇങ്ങനെയുള്ള ടൈപ്പിനെ നമ്മൾ എന്താ പറയുക? ഇൻക്ലൂസീവ് ടൈപ്പ്. അപ്പോൾ ഒരു പ്രോബ്ലം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻക്ലൂസീവ് ടൈപ്പിൽ തന്നു കഴിഞ്ഞാൽ അതിനെ എക്സ്ക്ലൂസീവ് ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.